പാചകം ഒട്ടും വശമില്ലാത്തവർക്ക് പോലും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് മുട്ട. പുഴുങ്ങാം, ഓംലെറ്റ് തയ്യാറാക്കാം, ബുൾസൈ പരീക്ഷിക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിൽ മുട്ട തയ്യാറാക്കാം. പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ മുട്ടയിലെ പോഷകങ്ങൾ ശരീരത്തിന് നന്നായി ലഭിക്കും. പക്ഷേ പാകം ചെയ്യുമ്പോൾ ചില പോഷകങ്ങൾ നശിക്കാനും സാധ്യതയുണ്ട്. ചൂടിന്റെ അളവും പാകം ചെയ്യുന്ന രീതിയും ആശ്രയിച്ചായിരിക്കും ഇത് സംഭവിക്കുക. ഒരു പച്ചമുട്ടയിലെ പ്രോട്ടീന്റെ 50 മുതൽ 60% വരെ മാത്രമേ മനുഷ്യ ശരീരത്തിന് വലിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പച്ചമുട്ട കഴിച്ചാൽ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമാകുന്ന സാൽമണല്ല ബാക്ടീരിയകൾ ശരീരത്തിലെത്താനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ മുട്ടയിലെ പ്രോട്ടീൻ എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനും സുരക്ഷിതമായി കഴിക്കാനും പാകം ചെയ്ത് മാത്രം മുട്ട ഉപയോഗിക്കുക. പാകം ചെയ്യുന്ന രീതിക്കനുസരിച്ച് മുട്ടയിലെ പോഷകത്തിന്റെ അളവിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കാം. മുട്ട പുഴുങ്ങുന്നതാണ് ഏറ്റവും മികച്ച രീതി. കാരണം ഇതിന് എണ്ണയുടെ ആവശ്യമില്ലെന്ന് മാത്രമല്ല, മഞ്ഞക്കരുവിലെ പോഷകങ്ങൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും. മുട്ടയുടെ വെള്ള പാകമാകുകയും മഞ്ഞക്കരു ദ്രാവക രൂപത്തിലിരിക്കുകയും ചെയ്യുന്ന സോഫ്റ്റ് ബോയിൽഡ് രീതിയാണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. ചൂടേറ്റാൽ നശിച്ചു പോകുന്ന വിറ്റാമിനുകളെ സംരക്ഷിക്കാൻ ഈ മാർഗത്തിലൂടെ സാധിക്കും. അതേസമയം കൂടുതൽ സമയം ചൂടേൽക്കുന്നതിനാൽ ഹാർഡ് ബോയിൽ മുട്ടകളിലെ വിറ്റാമിനുകളുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. പോസ്റ്റ് മുട്ടകളും സോഫ്റ്റ് ബോയിൽ മുട്ടകൾക്ക് സമാനമായി പോഷകങ്ങളുടെ അംശം കൂടുതലുള്ളവയാണ്. കുറഞ്ഞ താപനിലയിൽ പാകം ചെയ്യുന്നതിനാൽ ഇതിലെ മഞ്ഞക്കരുവിലെ ലോലമായ കൊഴുപ്പിന് നാശമുണ്ടാകുന്നില്ല. ഇനി ഭൂരിഭാഗം ആളുകളും പരീക്ഷിക്കുന്ന രീതിയെക്കുറിച്ച് പറയാം. മുട്ട പൊരിക്കുമ്പോഴോ സ്ക്രാമ്പിൾ ചെയ്യുമ്പോഴോ അവ ചൂടും വായുവുമായി സമ്പർക്കത്തിൽ വരികയും ഇത് മഞ്ഞക്കരുവിലെ കൊളസ്ട്രോൾ ഓക്സിഡൈസ് ചെയ്യപ്പെടാൻ കാരണമാവുകയും ചെയ്യും. പൊരിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ മുട്ടയുടെ ഗുണമേന്മയും പോഷക ഗുണങ്ങളും ഇല്ലാതാക്കാനും ഇടയാക്കും. ചൂടിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള നെയ്യ് അല്ലെങ്കിൽ വെണ്ണ പോലുള്ള കൊഴുപ്പുകൾ ഉപയോഗിക്കുന്നത് ഓക്സിഡേഷൻ കുറയ്ക്കാൻ സഹായിക്കും. എന്നാൽ സൺഫ്ലവർ ഓയിലോ സോയാബീൻ ഓയിലോ ഉപയോഗിക്കുന്നത് മുട്ടയിലെ കൊളസ്ട്രോളിന്റെ ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. കൂടാതെ പാചകത്തിന് ഉപയോഗിക്കുന്ന എണ്ണയിൽ നിന്നുള്ള അധിക കലോറിയും ഇതിൽ ചേരും. അതായത് എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മുട്ടയിലെ കലോറി 70-ൽ നിന്ന് ഏകദേശം 100 ഉയരാം. മുട്ട എന്ന ഈ സൂപ്പർ ഫുഡിൽ നിന്ന് പരമാവധി ഗുണങ്ങൾ ലഭിക്കുന്നതിന് മുട്ടയുടെ വെള്ള പൂർണ്ണമായും വേവിക്കുകയും മഞ്ഞക്കരു പകുതി വെന്ത രൂപത്തിൽ ദ്രാവക രൂപത്തിൽ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് മികച്ച മാർഗം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.